ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു റിക്വസ്റ്റാണ് ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതിനെന്താ നമുക്കൊന്ന് ചെയ്താലോ? ഇതുപോലെ കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. കഴിച്ചതിന് ശേഷം ഇതിൻ്റെ റാപ്പർ എന്താ ചെയ്യുക? കളയാറാണല്ലേ പതിവ്. എന്നാൽ ആ റാപ്പർ ഒന്ന് എടുത്തിട്ട് വന്നോളൂ. അതിനെ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് നീറ്റാക്കി എടുക്കുക. ഞാൻ അതുപോലത്തെ 3 പേപ്പറാണ് ഇന്ന് എടുക്കുന്നത്. അതിനെന്ത് ഈ കാണുന്നത് പോലെ 4ആയിട്ടൊന്ന് മടക്കിക്കോളൂ. മടക്കാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിനെ ഒരു ഓയിൽ പേപ്പറിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ പേപ്പർ നമ്മൾ എന്തിനാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്? സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അല്ലേ. അതുപോലെ നമുക്കൊരു മിനി ഓയിൽ പേപ്പർ ബുക്ക് അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. സക്സസ് ആവുമെന്നൊന്ന് നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അറ്റം സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. കണ്ടല്ലേ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. എല്ലാ പേപ്പറും ഇതുപോലെ യൂസ് ചെയ്തെടുക്കുക. ഓക്കെ, ശേഷം ഇതിന് നമുക്കൊരു ബേസും കൂടെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് എൻ്റെ പഴയ ഒരു ഡ്രോയിങ് ബുക്കിൽ ബാൻഡാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. സൈസ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് അളവുകളൊന്നും വേണമെന്നില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബുക്ക് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതേ ഓയിൽ പേപ്പർ വെച്ചിട്ട് തന്നെ ഞാനൊരു ഫ്ലവറും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ആ ബൈൻഡിൽ നമുക്ക് വൈറ്റ് പേപ്പറോ കളർ പേപ്പറോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. 2 കുഞ്ഞ് പിക്ചറും കൂടെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ളൊരു മിനി ഓയിൽ പേപ്പർ ബുക്ക് റെഡി ആയിട്ടുണ്ട്. നോട്ട് പാഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണിത്. നിങ്ങളും ചെയ്തിട്ട് എന്തായാലും കമൻറ്റിലൊന്ന് അറിയിക്കണം. ഇനി ഇത് വർക്കാവുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതിനായി നമ്മളൊരു പിക്ചറിൻ്റെ മുകളിലോട്ട് ഇത് വച്ചിട്ട് അതിനൊന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ബുക്ക് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതിനുശേഷം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.